എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂൺ ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം മസാലകളൊക്കെ ഉപയോഗിച്ചാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കുവാനായിട്ട് 200 ഗ്രാം കൂൺ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ആ പുറത്തത്തെ ഒരു പാളി ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 6 ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് മൂന്നും വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും, ഒരു 2 പച്ചമുളക് നടുവൊന്ന് കീറിയതും, ഞാനിവിടെ ചെറിയ മുളക് ആയതിനാൽ 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണെങ്കിൽ 2 എണ്ണം നടുകീറി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള വളരെ ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാള നമുക്ക് ഒരു മീഡിയം ലെവലിൽ വഴണ്ടി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. വളരെയധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം ലോയിൽ വെച്ച് വഴറ്റണം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയുടെ തോലൊന്ന് കളഞ്ഞിട്ട് അത് വളരെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കൂണിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഇത് വളരെ ചുങ്ങി വരും. അപ്പോൾ വളരെ കുറച്ച അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. കൂണിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വന്നോളും. ഫ്ലെയിം ലോയിൽ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ കൂൺ നന്നായി വെന്ത് വരുന്നതായിരിക്കും. പിന്നെ തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.